ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഓണാഘോഷം 2026 ഹോസ്പിറ്റൽ സെക്രട്ടറി സ്വാമി ഋതംബരാനന്ദ ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷ പരിപാടികൾ നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെയുള്ള ഓണാഘോഷങ്ങളിലൊക്കെ തിരുവാതിരക്കളി ഉണ്ടാവും, ഊഞ്ഞാലാട്ടം ഉണ്ടാവും, അഞ്ഞിലൂഞ്ഞാലിൻ്റെ ആട്ടം ഉണ്ടാവും, കമ്പടികളി ഉണ്ടാവും, അതുപോലെ തന്നെ ഓണം തല്ലുണ്ടാവും. ഇപ്പോഴത് വടക്കൻ മലബാർ പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ നാട്ടിൻപുറങ്ങളിലൊക്കെ പണ്ട് ഓണത്തല്ലും ഒരു ഐറ്റമായി ഉണ്ടായിരുന്നു. അതുപോലെ നാടൻ പന്തുകളി, കിളിത്തെറ്റ് കളി, കുക്കുട് കളി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കളികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാക്കാരശ്ശി നാടകം, ഇന്നത് അന്യം നിന്ന രീതിയിലാണ് കാക്കാരശ്ശി നാടകം. ഇത് അവതരിപ്പിക്കാൻ അറിയാവുന്നവരില്ലാത്തൊരവസ്ഥ. ഹോസ്പിറ്റൽ RMO ഡോക്ടർ K. ജോഷി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ഷാജി സ്വാഗതം ആശംസിച്ചു. ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ മുഖ്യാതിഥിയായി എത്തി. സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മഹത്തായ സന്ദേശമാണ് ഓണം നമുക്ക് നൽകുന്നത്. ഈ വർത്തമാന സാഹചര്യത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ ഓണം സന്ദേശത്തിന് വളരെയേറെ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. ആഗോള തലത്തിൽ നാം പരിശോധിക്കുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുകയും നടക്കുവാൻ പോകുന്ന സന്ദർഭങ്ങളുമൊക്കെ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് കാലമായി നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആഗോള തലത്തിൽ മതത്തിൻ്റെ പേരിലുള്ള മൗലികവാദങ്ങളും തീവ്രവാദങ്ങളുമൊക്കെ അലയടിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സാംസ്കാരിക കേരളം, പ്രബുദ്ധ കേരളം, സുന്ദര കേരളം നൽകുന്ന ഓണം സന്ദേശത്തിന്, ഓണം ആഘോഷത്തിന് വളരെയേറെ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. പരിപാടിയുടെ ഭാഗമായി ഹോസ്പിറ്റൽ ജീവനക്കാരുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജീവനക്കാരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളാണ് നടന്നത്. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ടിറ്റി പ്രഭാകരൻ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നിഷാദ് SK, പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഷാജി, ഫിസിഷ്യൻ ഡോക്ടർ ശ്യാം D. ഗോപാൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് അജിതകുമാരി പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.